നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വെക്കാനുള്ള കാരണമുണ്ട്? അതായത് നമ്മളൊരു ക്രൈം എവിടെയെങ്കിലും കാണുമ്പോൾ ചിലർ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പോലീസിന് കൊടുക്കാറുണ്ട്, മീഡിയയ്ക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കവലയിലും ക്രൈം നടക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ ചെയ്തുകൊണ്ട് നടക്കില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു ക്രൈമിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കേട്ടു. അത് വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ ഡിസ്കഷനാണ്. അതിലവർ വളരെ ഈസി ആയിട്ട് 1.5 കോടി രൂപയൊക്കെ പുഷ്പം പോലെ കൊടുക്കുമെന്നൊക്കെ പറയുന്നു. കൊടുക്കാമായിരുന്നു ഇത്രയും വിഷയം ഉണ്ടാകാതിരുന്നെങ്കിൽ. അതായത് പൾസർ സുനി ഈ വിഷയം ഇവന്റെ പേര് കോടതിയിൽ പറയാതിരുന്നിരുന്നെങ്കിൽ ഈ 1.5 ലക്ഷം രൂപ പുഷ്പം പോലെ കൊടുക്കുമായിരുന്നു. അതാണല്ലോ എൻ്റെ അർത്ഥം. അതാണ് ഞാൻ അവന് 1.5 കോടി പുഷ്പം പോലെ കൊടുത്തേനെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പുള്ളി വെളിപ്പെടുത്തിയല്ലോ. അതായത് പുള്ളി കത്തെഴുതുന്നു, നാദർഷയ്ക്ക് വോയിസ് ക്ലിപ്പ് അയക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് ദിലീപിൻ്റെ പേര് വെളിച്ചത്ത് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാതിരുന്നുവെങ്കിൽ ഞാൻ അവൻ 1.5 കോടി രൂപ പുഷ്പം പോലെ കൊടുത്തേനെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പൾസർ സുനി ഈ കൃത്യം ചെയ്തതിനു ശേഷം കാവ്യ മാധവന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോയി എന്നാണ് അന്നത്തെ വെളിപ്പെടുത്തലൊക്കെ. അതെ. അപ്പോ മാഡം എന്ന് പറയുന്നത് കാവ്യ മാധവൻ അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. അത് കണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ കോടതിയും പോലീസും ഒക്കെയാണ്, മാഡം എന്ന് പറയുന്നത്. പക്ഷേ ദിലീപ് അവിടെ സംസാരിച്ച ഒരു ഡയലോഗ് അത് ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഒരു ബൈജു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് പുള്ളി പറയുന്നതാണ്. ഭയങ്കര ഇമോഷണലി പുള്ളി അത് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ബൈജു ബായ്, ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പുള്ളി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്ത ആൾ പുള്ളിയുടെ കൂടെയുണ്ട്. അവരെ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് പുള്ളി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. കുറ്റകൃത്യത്തിൽ പുള്ളിക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് എൻ്റെ പരാതിയിലും അത് ഞാൻ പറയുന്നില്ല, അത് അന്വേഷിക്കേണ്ട പോലീസാണ്. പക്ഷേ പുള്ളി ഇത് പറയുന്നുണ്ട്, കുറ്റകൃത്യം ചെയ്ത ആരെയൊക്കെ പുള്ളി രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ദിലീപ് അല്ല ഇൻവോൾവ് ആയിരിക്കുന്നത്, വേറൊരു സ്ത്രീയാണ് ഇൻവോൾവ് ആയത്. അത് അന്നും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലും പല വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദിലീപിനോ ഈ സ്ത്രീക്കോ ഈ നടിയുമായിട്ട് എന്ത് ശത്രുതയാണുള്ളത്? എന്താണ് ഈ ശത്രുതയ്ക്ക് കാരണം എന്നാണ് ബാലു കരുതുന്നത്? ഇല്ല, ഞാൻ പക്ഷേ ഈ കേസിൻ്റെ നാൾ വഴികളൊന്നും ഞാൻ വളരെ പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരനെ പോലെ വായിച്ച് വിട്ടിട്ടുള്ള കേസുകളേ ഉള്ളൂ. അത് പോലീസിൻ്റെ വെർഷൻ, പോലീസിന് പലരും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുന്നത് ഒന്നാണ്. ഞങ്ങൾ സുഹൃത്തുക്കൾ കുറച്ച് പേര് ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. കോടതിയിൽ ചിലപ്പം വേറൊന്നായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണല്ലോ. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു റീസൺ എന്താണെന്ന് ഈ കൊട്ടേഷൻ ഏറ്റുവാങ്ങിയവനും കൊടുത്തവർക്കും തമ്മിൽ മാത്രമേ അറിയാം. ഈ നടിയെ തന്റെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി, തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമായിരുന്നു ഈ 1.5 കോടി രൂപ മുടക്കി ദിലീപ് സമ്പാദിക്കാൻ ശ്രമിച്ചത്? അതിന് ഉത്തരം പറയേണ്ട ഞാനല്ല, അത് പോലീസ് കണ്ടെത്തേണ്ട ഒരു വിഷയമാണത്. അറിയില്ല. ഇവർ തമ്മിലൊരു വസ്തുവിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ നടിയും കാവ്യ മാധവനും നാദിർഷായും ദിലീപും എല്ലാം കൂടി ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് ബാലുവിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ പലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ബിസിനസ്സിലെ എന്തെങ്കിലും തർക്കങ്ങളാണോ ഈ തരത്തിലേക്ക് നീങ്ങിയത്? ഇല്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല. ഈ വസ്തു കച്ചവടവും കാര്യങ്ങളൊക്കെ ദിലീപേട്ടനുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് പങ്കുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല, എനിക്കറിയില്ല. അപ്പോൾ ഒരു ക്ലിപ്പുമായിട്ട് ആ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു, അത് ശരത്ത് എന്നാണ് നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഓഡിയോ ക്ലിപ്പിലിപ്പുണ്ട്. അപ്പോൾ ശരിയായിട്ടും കയറി വന്നപ്പോൾ കാവ്യമാധവൻ ഇക്ക എന്നാണ് വിളിച്ചത്. അവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. അതെ, എങ്ങനെയാണ് ഈ ഇക്ക എന്ന് വിളിച്ചത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിന് ആ സംഭവം എന്ന് പറയാമോ? അതായത് ഒരു മനുഷ്യന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം കുറേ താമസിച്ച് അവിടെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് വെയിറ്റിംഗ് അവിടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം താമസിച്ച് വരുന്നു. പുറത്ത് വണ്ടി വന്നു നിന്നു. അതിൻ്റെ ബസർ ലോക്ക് ചെയ്ത സൗണ്ട് കേട്ടപ്പോൾ ഈ ദിലീപേട്ടൻ്റെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മകനോട് ചോദിക്കുന്നുണ്ട്, സത്യ അവിടെ ആര് വന്നെന്ന് നോക്കിയെന്ന്. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് കുറച്ച് ലോങ്ങിലാണ് വിളിച്ച് പറയേണ്ടത്, അത് ശരത്തെങ്കിൽ എന്ന്. ശരത്തെന്ന് ആണോ വേറെ എന്തെങ്കിലും ആണോ, പക്ഷേ ഇതാണ് എൻ്റെ ഒരു വിളിച്ചു പറയുന്നു. വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളി അകത്തേക്ക് കയറിയപ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിച്ച് അങ്ങ് ഹാളിലേക്കാണ് കയറിയത്. നമ്മളിരുന്ന സ്ഥലം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന്, ഹാളിൽ നിന്ന്. അപ്പോൾ കാവ്യ എന്താണിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും അത് അതിൻ്റെ ഓഡിയോ ഉണ്ട്, അത് കേസുമായിട്ട് ബന്ധിപ്പിക്കുന്നതല്ല. ചിരിച്ചിട്ടാണ് പുള്ളി ഇവിടെ നമ്മൾ ഇരുന്ന സ്ഥലത്തേക്ക് തൊട്ടടുത്തായിട്ട് എൻ്റെ അടുത്തായിട്ടാണ് വന്നിരുന്നത്. എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, എന്നോട് അയാൾ പോകുന്നവരെയും സംസാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പല തെറിയൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുമായിരുന്നു. ഇടയ്ക്ക് ഒരു ചീത്ത പറഞ്ഞിട്ടുടൻ പറയും. അതിൻ്റെ ഓഡിയോ ക്ലിപ്പും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയിരിക്കാം, ഇസ്ലാം മത വിശ്വാസി ആയിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടതല്ലേ. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, നെയ്യാറ്റിൻകര MLA ഞാനിപ്പോൾ ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾ പറയുമോ? ചെങ്ങന്നൂർ MLAയുടെ ഫോട്ടോ നിങ്ങൾ കാണിച്ചാൽ ഞാൻ പറയൂ?
എനിക്കറിയില്ല. 144 MLA കേരളത്തിൽ, പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പൊളിറ്റീഷ്യൻസും ഉണ്ട്. എല്ലാ പൊളിറ്റീഷ്യന്മാരെയും നമ്മൾ അറിയണമെന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണെന്ന് എൻ്റെ പരാതിയിലൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു VIP ആണ് ഈ കേസിൽ, ഈ വിഷയത്തിൽ എന്നുള്ളത് മാത്രമാണ് ഞാനവിടെ പറയുന്നത്. അത് എന്തുകൊണ്ട് VIP എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അവിടെ സംസാരിക്കുന്ന വിഷയങ്ങൾ അങ്ങനെയുള്ള വളരെ വലിയ വിഷയങ്ങളാണ് അവിടെ സംസാരിച്ചത്. ഒരു മന്ത്രി, അയാളുടെ സുഹൃത്താണെന്ന് ഏതോ ഒരു മന്ത്രിയുടെ മുമ്പ് വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചീത്തയൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് സമാധാനമാകും എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. അപ്പോൾ ഈ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി രണ്ട് തെറി പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അയാൾ. അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ ഉദ്യോഗസ്ഥരോട് എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സാഗർ എന്ന് പറഞ്ഞൊരു കക്ഷി മൊഴി മാറ്റിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സാഗർ എന്ന് പറഞ്ഞ കക്ഷി മൊഴി മാറ്റിയത് പോലീസ് കണ്ടെത്തുകയും അതിൻ്റെ പിന്നാലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട, അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന അല്ല. സാഗർ എനിക്ക് തോന്നുന്നു, ഞാൻ പിന്നെ അറിയുന്നതാണ് ഈ സാഗർ എന്ന് പറയുന്ന കക്ഷി ഈ കാവ്യമാധവൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. വാർത്തകളിൽ കൂടെയൊക്കെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. എനിക്ക് സാഗർ എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയില്ലായിരുന്നു. ഈ സാഗറിന്റെ മൊഴി എങ്ങനെയായിരുന്നു? സാഗറിന്റെ മൊഴി കൊടുത്തു കഴിഞ്ഞോ? അല്ല, സാഗർ ആദ്യം ദിലീപിനെതിരായിട്ട് മൊഴി കൊടുത്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തിരിച്ച് പുള്ളി ദിലീപിന് അനുകൂലമായി കൊടുത്തു. പോലീസിൻ്റെ കയ്യിലൊന്ന് ചാടിയിട്ട് പുള്ളി പോയി കോടതിയിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ദിലീപിന് കേസ് അനുകൂലമായിട്ട് വന്നു. അപ്പം അങ്ങനെ അതിൻ്റെ പിന്നിലെ ഒരു കളി ഇവരവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് അവനെ സ്വാധീനിച്ചത്, എവിടെ കൊണ്ടുപോയി, എന്ത് ചെയ്തു, എത്ര രൂപ കൊടുത്തു, ആ കാര്യങ്ങളൊക്കെ അവിടെ പറയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ്റെ സാക്ഷിയെ പുള്ളി സ്വാധീനിച്ച് തനിക്ക് അനുകൂലമായി വരുത്തുകയായിരുന്നു എന്നുള്ളത് അവിടെ വെച്ചുള്ള ചർച്ച. നിങ്ങളുടെ ആ ചർച്ചയ്ക്കകത്ത്, നിങ്ങളുടെ റെക്കോർഡിങ്ങിനകത്തും ആ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ എല്ലാ രേഖകളും പോലീസിന് സമർപ്പിക്കാനും മാത്രമുണ്ട്. എല്ലാ രേഖകളും ആ സാക്ഷിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ അനുജൻ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ കിടപ്പുണ്ട്. സാക്ഷികളെ സ്വാധീനിച്ചെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ജാമ്യം റദ്ദ് ചെയ്യൂ എന്ന് പുള്ളി ടെൻഷനോടുകൂടി ചോദിക്കുന്ന സംഭവമുണ്ട്. സാക്ഷിയെ സ്വാധീനിച്ചെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ജാമ്യം റദ്ദ് ചെയ്യുമെന്ന്. അതിൻ്റെ അർത്ഥം സ്വാധീനിച്ചു കഴിഞ്ഞു. നമ്മൾ പറയുന്നൊരു വാചകമില്ലേ, സാക്ഷി സ്വാധീനിച്ചെന്ന് പറഞ്ഞപ്പോൾ ജാമ്യം റദ്ദ് ചെയ്യൂ, അങ്ങനെ. അപ്പോൾ സാക്ഷിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. അത് അവരെ എങ്ങനെ കണ്ടസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഇരിക്കുന്ന ഓഡിയോ രേഖകൾ അടിവരയിട്ട് പറയുന്നു. ഇത് ഒരു വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു സംഭവം. ദിലീപിന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ബാലേന്ദ്രകുമാർ പറയുന്നത് അനുസരിച്ച് തന്നെ എത്ര പേരുടെ കൈകളിലൂടെയാണ് എത്തിയത്? ആരെങ്കിലും ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ ശരിയായിട്ട്? അത് ഈ വീഡിയോയെ കുറിച്ചാണ് ചോദിക്കുന്നത്. വീഡിയോയെ കുറിച്ച് പറഞ്ഞാൽ ഉണ്ടാവാം. കാരണം ഈ വീഡിയോ അവിടെ അവർ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ അവരെ കണ്ടിട്ടുണ്ട്. കാരണം ആ വീഡിയോ കണ്ടപ്പോഴാണല്ലോ അതിൽ ശബ്ദം കുറവാണെന്ന്, ശബ്ദം ഒട്ടും കേൾക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. ആരോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതാരെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ തീരെ ഒട്ടും കേൾക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു അല്ല ഓഡിയോ എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഏതോ ഒരു സ്ഥലത്ത് കൊടുത്ത് അതിനെ ഓഡിയോ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് അയാൾ അവിടെ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കണ്ടതുകൊണ്ടാണല്ലോ ഓഡിയോ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഓഡിയോ കൂടെ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനു മുമ്പ് ആരോ കണ്ടിട്ടുണ്ട്. അത് ആരൊക്കെ കോപ്പി എടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒന്ന് കണ്ടെത്തേണ്ട. ഇവിടെ നമ്മൾ ഈ വീഡിയോ കണ്ടിരുന്ന വീഡിയോ ഏതെങ്കിലും ഫിലിമിൻ്റെ ക്ലിപ്പാണ് എന്നെന്താ ബാലേന്ദ്രകുമാർ സംശയിക്കാത്തത്? ഇത് തന്നെയാണ് എന്നുള്ളതിന് ദിലീപ് എന്തുറപ്പാണ് ബാലേന്ദ്രകുമാറിന് പറയാനുള്ളത്? നല്ല ചോദ്യം. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരും ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. ദിലീപ് എന്നെ വിളിക്കുകയാണ് ആ വീഡിയോ കാണാൻ വേണ്ടി. ബാലു കൂടെ കാണുന്നുണ്ട്. അതായത് എന്നെ കൂടെ പങ്കാളിയാക്കണമല്ലോ. നേരത്തെ ഞാൻ പൾസറിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സാർ? അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ വീഡിയോ ആണ് എന്ന് പുള്ളി എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം? ഒരു മലയാളിയായി അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് എന്താണ്, പൾസർ സുനി നടത്തിയ ഏക ക്രൂരകൃത്യം എന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും അത് നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച വീഡിയോ ആയിരിക്കാം എന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു. ഇനി അത് അല്ലാണ്ടിരിക്കട്ടെ, ഇനി അവർ നാളെ ഇങ്ങനെ പറയുകയാണ് അതല്ല കണ്ടത്, ഞങ്ങളൊരു സിനിമയിലാണ്. പക്ഷേ ആ സിനിമയിൽ കേട്ട ശബ്ദം ഇതാണ്. ആ ശബ്ദം ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം സംഭാഷണവും കേട്ടിട്ടുണ്ട്. അതിലെ ഓരോരോ ഞാൻ കേട്ട ശബ്ദങ്ങൾ അത് മൊത്തം ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഇവർ നടത്തിയ കമൻറ്റ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ നടത്തിയ കമൻറ്റ്, അവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തിയ കമൻറ്റുകൾ വരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്.
ക്യാമറ വരെ ഏത് ആംഗിളിൽ പിടിച്ചിരുന്നു എന്നുള്ള അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ വീഡിയോ. അപ്പോൾ പോലീസിന് കുറച്ചുകൂടെ ഞാൻ പറയുന്നതിൻ്റെ ഒരു എന്തോ പറയാൻ, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് കള്ളത്തരമൊന്നുമില്ല, ഇതിലെന്തോ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ എന്നെ വിളിച്ച് മൊഴിയെടുത്തത്. ദിലീപുമായിട്ട് ചർച്ച ചെയ്തു, ബോട്ടിൽ ചർച്ച ചെയ്തു, വീട്ടിൽ ചർച്ച ചെയ്തു, ചർച്ച ചെയ്തു. വളരെ നാളത്. ഇപ്പൊ ആ പ്രോജക്ടിന്റെ ഗതി എന്താണ്? 2021 ഏപ്രിൽ മാസം 14-ാം തീയതി ആ പ്രോജക്റ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് ഞാൻ പുള്ളിക്ക് ലെറ്റർ കൊടുത്തു. ആ കൊടുത്ത ലെറ്റർ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. എനിക്ക് താല്പര്യമില്ല, കാരണം അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ പുറത്തു വന്ന സംഭവങ്ങൾ. ദിലീപ് നിങ്ങൾക്ക് സിനിമ തരാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ വിവാദങ്ങളൊക്കെ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്യുന്ന കുറേ പേര് പറയുന്ന സംഭവം. അത് അദ്ദേഹം മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു സിനിമ ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്തിരുന്നു. ആ സിനിമയുടെ ഡേറ്റ് നീണ്ടുപോയി എന്നുള്ള പകയാണ് പുള്ളി കാണിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് നീണ്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഡേറ്റ് സ്വാഭാവികമായിട്ട് സിനിമ എന്ന് പറയുമ്പം നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോൾ കുറച്ച് കാലതാമസം നേരിടുന്നു എന്നുള്ളത് സത്യമാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഒരു താല്പര്യക്കുറവ്, ഒരു വിരക്തി, ഈ സിനിമയിൽ നിന്നൊരു വിരക്തി എനിക്ക് തോന്നിയത്. ഒരു കഥ എത്രയോ നാള് ബാലു മനസ്സിലിട്ട് ഇങ്ങനെ താലോലിച്ച് കൊണ്ടുവന്ന അത് അങ്ങനെ ഒരു കുഞ്ഞ്, അതിനെ നിങ്ങൾ പെട്ടെന്ന് ഒരു ലെറ്റർ കൊണ്ട് കൊന്നുകളയും എന്ന് ഞാൻ ദിലീപുമായിട്ടുള്ള സിനിമ നടത്തിയെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അദ്ദേഹം മാത്രമല്ലല്ലോ ഈ ഭൂമിയിൽ നടനായിട്ടുള്ളത്. അതിനുവേണ്ടി ബാലുവിന് പല പ്രാവശ്യമായിട്ട് പ്രതിഫലം തന്നിട്ടുണ്ട്. ആ പ്രതിഫലങ്ങൾ അത് തിരിച്ചു കൊടുക്കാൻ ബാലു ബാധ്യത. അദ്ദേഹം എന്നോട് ചോദിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്ന കുറേ കാലമുണ്ടല്ലോ. അപ്പോൾ അതിന് എനിക്ക് ഇട്ടിട്ടുള്ള വില ഇത്രയാണോ ഞാൻ അദ്ദേഹത്തിൻ്റെ തിരിച്ചു ചോദിക്കും. അദ്ദേഹം ആ കാശ് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ കാശ് കൊടുക്കും. അദ്ദേഹത്തിന് അത് വേണമെന്ന് എന്നോട് ചോദിക്കണം. അത് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ രഹസ്യങ്ങൾ അറിയാം എന്നുള്ളതുകൊണ്ടാണോ നിങ്ങളെങ്ങനെ ചേർത്ത് പിടിച്ചത്? അതാണ് ക്വസ്റ്റ്യൻ. അതാണ്, അവിടെയാണ് ഉത്തരം കിടക്കുന്നത്. എനിക്ക് പല കാര്യങ്ങളും അറിയാമെന്നുള്ളത് കൊണ്ട് എന്നെ വിട്ടുകളയേണ്ട. അപ്പോൾ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് കൊല്ലുക അല്ലെങ്കിൽ വളർത്തുക. അത് വളർത്തി കൊണ്ടുവന്നു. കൊല്ലുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത്. കൊല്ലുമെന്ന് തോന്നിയത് കൊണ്ടാണ്. നിങ്ങളെ പോലെ ഒരു ഡയറക്ടർ, ആ വീട്ടിലില്ലാത്ത ഒരു അംഗം അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ ഇത്രയും സീക്രട്ടായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം മണ്ടനാണോ ദിലീപ്? നല്ല ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്കൊരു വോയിസ് ക്ലിപ്പോട്ട് കൊടുത്തരാം. അതിൽ ദിലീപിൻ്റെ അനുജൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പുറത്തു നിന്നൊരു മനുഷ്യനെ നമ്മുടെ വീട്ടിനകത്ത് കയറ്റാൻ പോലും പറ്റില്ല, അങ്ങനെ കയറ്റിയാൽ തന്നെ അത് സാക്ഷിയായി മാറും എന്ന് പറയുന്നൊരു വോയിസ് ക്ലിപ്പിൻ്റെ പുള്ളി പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പുറത്തു നിന്നുള്ളൊരു മനുഷ്യനെ ഇനി കയറ്റിയാൽ അതിൻ്റെ അർത്ഥം ഈ ഇരിക്കുന്നവരല്ല ഈ വീട്ടിലുള്ളവരാണ്, ഞാനടക്കം. ആ പരിഗണനയായിരുന്നു എനിക്ക് തന്നിരുന്നത്. എന്നെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് ഈ ഡയലോഗ് പുള്ളി പറഞ്ഞത്. ഇനിയിപ്പം പുറത്തുനിന്ന് വേറൊരാളിനെ എന്ന് പറയുമ്പോൾ ഞാൻ അകത്തിരിക്കുന്ന അവരുടെ കൂടെയുള്ള ആളാണ്. അപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ അവരുമായിട്ട് നല്ല സൗഹൃദം നേടിയെടുത്തിരുന്നു. അവരുടെ സ്വന്തം പ്രൊഡക്ഷൻ്റെ ഡയറക്ടറാണ്. പൾസർ സുനിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ബാലു കണ്ടിട്ടുണ്ട്. അത് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽപ്പുണ്ട്, കാരണം കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു വ്യക്തിയെ കൂടെ കൂട്ടുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള വ്യക്തിയായതുകൊണ്ട് കൂടെ കൂട്ടി. ഒരു പക്ഷേ ഞാനും കൂടെ ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഞാൻ കൂടെ പ്രതിയായിരുന്നു. അത് ഞാൻ കാണാൻ തയ്യാറാകാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടെ കൂട്ടി നിർത്തുമ്പോൾ അതിനകത്ത് ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേട്ടു? അത് തീർച്ചയായിട്ടും കേട്ടു. അത് പുറത്ത് പറയാൻ പറ്റില്ല. അത് ഞാൻ വേറൊരു ലേഡിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ പറ്റില്ല. അത് നമുക്കിപ്പോൾ പുറത്ത് അത് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായതിനാൽ അതെ അത് അതിനകത്ത് ശബ്ദങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എൻ്റെ പരാതിയിൽ എൻ്റെ മൊഴിയെടുത്ത കൂട്ടത്തിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ എളുപ്പമായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടു അല്ല, നിങ്ങളത് ഇവർ കാണുന്നത് നിങ്ങൾ കണ്ടു എന്നുള്ളത് പോലീസിനെ ബോധ്യപ്പെടുത്താൻ അതിനേക്കാൾ വോയിസുകൾ നിങ്ങൾക്ക് ആ വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആ വോയിസുകൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് ഇരുന്ന് കാണുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയത്? ഇത് എന്തെങ്കിലും ദിലീപ് കാല് മാറുമ്പോൾ പിടിക്കാൻ വേണ്ടി നിങ്ങൾ കരുതി വെച്ച ഒരു അസ്ത്രമായിരുന്നു അത്? അങ്ങനെ നല്ല ചോദ്യം. ഇത് നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യമാണ്. ഒരിക്കലുമില്ല. ഞാനങ്ങനെ ആരുടെയും ഫോൺ കോളുകളൊന്നും റെക്കോർഡ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കങ്ങനെ ശീലമില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നു, ഇപ്പം ചെങ്ങന്നൂരിലേക്ക് യാത്ര പോവുകയാണ്. വഴിക്ക് നമ്മൾ വണ്ടി സ്ലോ ചെയ്ത സമയത്ത് സൈഡിലൊരു ക്രൈം കാണും. ഒരാളിനെ ഓടിച്ചിട്ട് കുത്തുകയാണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്യില്ലേ? നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഷൂട്ട് ചെയ്തിട്ട് നമ്മളതിനെ പോലീസിന് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മളതിനെ മീഡിയയ്ക്ക് കൊടുക്കും. പക്ഷേ എല്ലാ ജംഗ്ഷനിലും ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് ആരെങ്കിലും കുത്തണമെന്ന് പറഞ്ഞ് നടക്കാറില്ലല്ലോ. അതേപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ കേസിൻ്റെ വിഷയങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചതിന് ശേഷമാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേസിൻ്റെ വിഷയങ്ങളിൽ അവർക്ക് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്ത് വയ്ക്കുമ്പോഴും അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല.
ശരത്തെന്നാണ് നിങ്ങൾ കേട്ടത്. അപ്പം അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇക്ക എന്ന് കാവ്യമാധവൻ വിളിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. ആ സംഭവം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതായത് ഒരു മനുഷ്യന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം കുറേ താമസിച്ച് അവിടെ വരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയാണ് വെയിറ്റിംഗ് അവിടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം താമസിച്ച് വരുന്നു. പുറത്ത് വണ്ടി വന്നു നിന്നു. അതിൻ്റെ ബസർ ലോക്ക് ചെയ്ത സൗണ്ട് കേട്ടപ്പോൾ ഈ ദിലീപേട്ടൻ്റെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മകനോട് ചോദിക്കുന്നുണ്ട്, സത്യ അവിടെ ആര് വന്നെന്ന് നോക്കിയെന്ന്. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് കുറച്ച് ലോങ്ങിലാണ്. വിളിച്ച് പറയേണ്ടത് അത് ശരത്തെങ്കിൽ എന്ന്. ശരത്തെന്ന് ആണോ വേറെ എന്തെങ്കിലും ആണോ, പക്ഷേ ഇതാണ് എൻ്റെ ഒരു വിളിച്ചു പറയുന്നു. വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളി അകത്തേക്ക് കയറിയപ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിച്ച് അങ്ങ് ഹാളിലേക്കാണ് കയറിയത്. നമ്മളിരുന്ന സ്ഥലം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന് ഹാളിൽ നിന്ന്. അപ്പോൾ കാവ്യ എന്താണിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും അത് എൻ്റെ ഓടിയുണ്ട്, അത് കേസുമായിട്ട് ബന്ധിപ്പിക്കുന്നതല്ല. ചിരിച്ചിട്ടാണ് പുള്ളി ഇവിടെ നമ്മൾ ഇരുന്ന സ്ഥലത്തേക്ക് തൊട്ടടുത്തായിട്ട് എൻ്റെ അടുത്തായിട്ടാണ് വന്നിരുന്നത്. എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, എന്നോട് അയാൾ പോകുന്നവരെയും സംസാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പല തെറിയൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുമായിരുന്നു. ഇടയ്ക്ക് ഒരു ചീത്ത പറഞ്ഞിട്ട് ഉടൻ പറയും. അതിൻ്റെ ഓഡിയോ ക്ലിപ്പും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയിരിക്കാം, ഇസ്ലാം മത വിശ്വാസി ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. ഇയാളൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടതല്ലേ? നമ്മൾ ചില ആളുകളെ മാത്രം ടെലിവിഷനിൽ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ പൊളിറ്റീഷ്യൻ വരെ നമ്മൾ അറിയണമെന്നില്ല. മാത്രമല്ല അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് എൻ്റെ പരാതിയിലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ദിലീപിന്റെ കയ്യിലേക്ക് ഒരു ദിലീപിന്റെ കൈയിലേക്ക് ഒരു ഐപാഡ് കൊടുക്കുന്നു. ആരാണ് കൊടുക്കുന്നത്? അത് ഐപാഡാണോ വേറെ ഏതെങ്കിലും ബ്രാൻഡാണോ അതെന്തായാലും കാണുന്നത്? എന്തൊരു ടാബ്ലറ്റ് ടാബ് കൊടുക്കുന്നു. ടാബ് കൊടുക്കുമ്പോൾ അതിനകത്ത് ആരാണ് ഈ ടാബ് കൊടുത്തത്? ഈ വന്ന വ്യക്തി തന്നെയാണ് ഈ ടാബിനകത്ത് ഇട്ട് റെഡിയാക്കി കൊണ്ടുവരുമായിരുന്നു. ടാബിനകത്ത് കിടക്കുകയായിരുന്നു. ടാബിനകത്ത് മെമ്മറി കാർഡ് ഇടുന്നൊന്നും ഞാൻ കണ്ടില്ല. ടാബ് കൊണ്ടുവച്ച് അവിടെ ഓൺ ചെയ്ത് കാണുകയായിരുന്നു. ഈ സമയത്ത് ദിലീപിന്റെ അനിയനും ആ സ്ഥലത്തില്ലേ? ദിലീപിന്റെ അനിയനോടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ദിലീപിന്റെ കുടുംബമാണ്. അച്ഛൻ, ഭാര്യയുണ്ട്, അന്ന് അമ്മയുണ്ട്, അന്ന് അനിയനുണ്ട്. ഇവരെല്ലാം കൂടി കാണാൻ പറ്റുന്ന ഒരു സംഭവമാണോ ഈ നടിയെ പീഡിപ്പിച്ച രംഗം? ഞാൻ പറഞ്ഞു ഈ അമ്മയും ഭാര്യയും ഞങ്ങൾ ഇരുന്ന ആ വീടിന്റെ ഒരു അനാട്ടമി നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കെച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വളരെ വിദൂരമാണ് ബെഡ്റൂം, വളരെ വിദൂരത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ ഇത് അവിടെ കാവ്യമാധവനോ ആ സമയത്ത് മറ്റു പെണ്ണുങ്ങളോ ഒന്നും ആ സമയത്ത് വന്നില്ല. അതിനുശേഷം വന്നു, അതിന് മുമ്പും വന്നിരുന്നു. ഒരിക്കലും അനിയനും ജ്യേഷ്ഠനും ഒക്കെ അത് സ്വാഭാവികം അല്ല, അങ്ങനെ അല്ലല്ലോ. അവർ പരിശോധിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ചിലപ്പം കണ്ടതായിരിക്കാം. ഇതെന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഈ പരാതിയിൽ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണോ, അല്ലാതെ അത് കണ്ട് എൻജോയ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാവണമെന്നില്ല. ഇരിക്കുന്ന സാധനമാണ്. അപ്പോഴും കോടതിയിലാണ്. ദിലീപിനെ കാണിച്ചിട്ടില്ല ആ സമയത്തൊന്നും കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഇദ്ദേഹത്തെ കാണിക്കുന്നതൊക്കെ എത്രയോ മാസം കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിനു മുമ്പ് അവർ ഈ സംഭവം കണ്ട് അവർ ഉറപ്പുവരുത്തുന്നതാണ്. അവർ ആ കൗതുകത്തോടെയാണ് കണ്ടത്. അല്ലാതെ അത് കണ്ട് എൻജോയ് ചെയ്യുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അതെന്റെ ഉത്തരത്തിലും അത് ഇല്ല, എന്റെ പരാതിയിലും അതില്ല. 1.5 കോടി ഞാൻ പുഷ്പം പോലെ കൊടുത്തേനേം എന്ന് പറയുന്നത് ദിലീപാണ്. ഉണ്ട്, ദിലീപിന്റെ ശബ്ദത്തിലുണ്ട്. ദിലീപ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തല്ലോ. ഇപ്പോൾ ഒരു 4-5 ദിവസത്തേക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. എന്നെ കൂടെ കക്ഷി ചേർത്തുകൊണ്ടാണ് പുള്ളി പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിലൊന്നും അദ്ദേഹം ഈ ശബ്ദങ്ങൾ, ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ശബ്ദമൊന്നും പുള്ളിയുടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ ഒന്ന് പറയട്ടെ. പുള്ളി പറയുമ്പോൾ അടുത്ത ശബ്ദം ഞാൻ ഇട്ട് കൊടുക്കാം. പുള്ളി പറയട്ടെ. ആരാ പറഞ്ഞു? അത്രേ ഉള്ളൂ. ടെയിലിന്റെയും ടെയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ട്. അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. സംസാരിച്ചതൊക്കെ അദ്ദേഹമല്ലേ. ഒന്നുമില്ല. ബ്ലാക്ക്മെയിൽ ഞാൻ ചോദിക്കട്ടെ, ബ്ലാക്ക്മെയിൽ ചെയ്ത് എനിക്ക് മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നേരെ ദിലീപിന് കൊടുത്തു വിട്ടാ പോരെ? ഇത് ഒരു സെറ്റ് കോപ്പി ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് ഇതെല്ലാം കൊടുത്തു. എനിക്കതിനുള്ള പരിചയങ്ങളുണ്ട്, എനിക്കതിനുള്ള ആക്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തു വിട്ടാൽ പോരെ? ഞാൻ പറയുന്നത് പോലെ പുള്ളി കേൾക്കുമായിരിക്കാം എന്നുള്ളതാണ്, കേൾക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മുഖ്യമന്ത്രി ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണോ? ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഞാൻ കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് രഹസ്യമായി ചെയ്യുന്നതല്ലേ ബ്ലാക്ക് മെയിലിംഗ്? പരസ്യമായി ചെയ്യുന്നതാണോ ബ്ലാക്ക് മെയിലിംഗ്? ദിലീപ് കുറ്റം ചെയ്തതെന്ന് ഞാനും പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ അവിടെ വെച്ച് പൾസർ സുനിയെ കണ്ടു, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരവിടെ വെച്ച് വീഡിയോ പ്ലേ ചെയ്തത് ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലെന്തൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ വീഡിയോ കോടതിയിൽ പുള്ളി കാണുന്നതിന് മുമ്പേ പുള്ളിയുടെ വീട്ടിലിട്ട് കണ്ടു. അതിൻ്റെ അർത്ഥം ഈ ചിത്രീകരിച്ചവൻ എവിടെ കൂടെയോ കറക്കിയ വീഡിയോ വീട്ടിൽ കൊടുത്തു വന്നില്ലേ?
പിന്നെ മൂന്നാമത്തെ കാര്യം, സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി അവർ നടത്തിയ പ്ലേ, അതിലെൻ്റെ ഓഡിയോ തെളിവിരിപ്പുണ്ട്. അതിന് പുറമെ 1.5 കോടി രൂപയുടെ കണക്ക് തന്നെയാണ് അവിടെ പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വകവരുത്താൻ വേണ്ടി 1.5 കോടി രൂപയുടെ ഇനി കാണണ്ടേ, അതുവരെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഓഡിയോ ഇരിപ്പുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം 1.5 കോടികളുടെ കണക്കുകളാണ് അവർ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാക്കേണ്ടി വന്നതിനാൽ എൻ്റെ ജീവനാപത്തുണ്ട്. കേസ് തീരുന്നതിന് മുമ്പ് ചിലപ്പം ഞാൻ അവശേഷിക്കുന്ന സാക്ഷി ഞാനാണ്. ബാക്കിയുള്ളവരെല്ലാം പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ് പുറത്ത് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ സാക്ഷികളെയും പറഞ്ഞ് പൈസ കൊടുത്തോ ഇല്ലയോ, പക്ഷേ അങ്ങനെ പറയുന്നുണ്ട്. സ്വാധീനിച്ച് കൂറുമാറ്റിയിട്ടുണ്ട് പലരെയും എന്നൊക്കെയും അറിയുന്നു. അതും എൻ്റെ അറിവാണ്, ഞാൻ കാണുന്നില്ലല്ലോ ഒന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പം എല്ലാം പുള്ളിക്ക് അനുകൂലമായി പുള്ളി കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ അറിയുന്നു. പുള്ളിക്ക് കേസെല്ലാം അനുകൂലമായിട്ട് വന്നെന്ന് പുള്ളിയും തന്നെ പറയുന്നു. അപ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസ് വന്നു. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ത്രെട്ട് തിരുവനന്തപുരത്ത് ആലുവയിൽ നിന്ന് ഏകദേശം 275 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഇതുപോലെ കൊളുത്തി വിട്ടാൽ അത് പുള്ളിക്കത് ഇന്ന് വന്നിരിക്കുന്ന അവസ്ഥ പുള്ളിക്ക് വരുമെന്ന് പുള്ളി കണ്ടിട്ടാണ് എനിക്ക് പുള്ളി കൊട്ടേഷൻ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് പുറത്ത് പറയേണ്ടി വന്നു, തുറന്ന് പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും എനിക്കതിൽ വ്യക്തമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എൻ്റെ കൂടെയുള്ളവരായിട്ടുള്ള വേണ്ടപ്പെട്ടവർ എന്നെ അറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ പെട്ടെന്ന് പരാതി കൊടുക്കാൻ തയ്യാറ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ചുകൂടെ ഡിലേ വന്നിരിക്കാം. അല്ലാതെ ഞാൻ ഈ കോടതിയുടെ നടപടികൾ ഇതാ തീരാൻ പോകുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതിയിലെ നടപടികൾ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം കണ്ടെത്തിയോ കൊടുത്തതല്ല. ഞാൻ നിർബന്ധിതനായി മാറുകയായിരുന്നു ഈ സമയത്ത് കൊടുക്കാൻ. ബാലു എന്ന വ്യക്തിയുടെ ധാർമ്മികതയാണോ അതോ ജീവനിലുള്ള ഭയമാണോ? രണ്ടുമുണ്ട്. ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനം കൂടെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധാർമ്മികതയുമുണ്ട്, ഭയവുമുണ്ട്, അതെല്ലാം ഉണ്ട്. എല്ലാം ഞാൻ കാരണങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഡിലേ വന്നതും പുറത്തു പറഞ്ഞതും ആയിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ടാവാം. എനിക്കിപ്പോഴാണ് തുറന്നു പറയണമെന്ന് തോന്നിയത്, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോന്നി എനിക്ക്. കാവ്യമാധവന്റെ ഇൻവോൾവ്മെന്റും കൃത്യമായും ബാലുവിന് അറിയാം എന്നുള്ളത് കൊണ്ടല്ലേ ബാലുവിന് ഒരിക്കൽ ചോറ് വിളമ്പി തന്ന്? അല്ല, അത് പിന്നെ ഒരുപക്ഷെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. 2 ദിവസത്തേക്ക് മുമ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ നമ്പർ 1 ഒരു ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകനോട് പുള്ളി പറഞ്ഞെന്ന്, ഇയാൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് തിരുവനന്തപുരത്തൂടെ ഇങ്ങനെ തേരാപ്പാര. അപ്പോൾ അതാണ് ഭാഷ. ഈ ദിലീപിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ ആരാധകരെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് എനിക്ക് മറുപടിയില്ല. ദിലീപിനെ കണ്ട ഒരാളാണ് ഞാൻ, കൂടെ ഇരുന്ന ആളാണ് ഞാൻ, നടന്ന ആളാണ് ഞാനും അദ്ദേഹം തമ്മിലൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അദ്ദേഹം നിർമ്മാതാവും നായകനുമായിരുന്നു, ഞാൻ ആ പടത്തിൻ്റെ സംവിധായകനായിരുന്നു. ഞങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്. അപ്പോൾ ഇത്രയും ഇടപാടുകൾ എന്നെ അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ, ഞാൻ അദ്ദേഹത്തെ ഭയപ്പെട്ടു ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കിടയിലാണുള്ളത്. ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായ രേഖകളുണ്ട്. ഞാൻ വ്യക്തമായ ഒരു ഡേറ്റ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ആ ഡേറ്റിന് അവരെല്ലാം കൂടെ അവിടെ ഒരുമിച്ച് കൂടി. അവിടെ ഇങ്ങനൊരു ആൾ വന്നു, അദ്ദേഹത്തിൻ്റെ ശബ്ദ സാമ്പിൾ ഞാൻ എടുത്തു കൊടുത്തു. അതുകൊണ്ട് ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ അങ്ങ് ഇതുപോലെ യൂട്യൂബിലൊക്കെ കയറി അല്ലെങ്കിൽ ചാനലുകളിൽ കയറി ഇങ്ങനെ പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എൻ്റെ കയ്യിലുള്ള രേഖകളെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് അതും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് എൻ്റെ പരാതി വരുന്നത്. അല്ലാതെ ഈ ഒരു പേപ്പറിൽ എഴുതി ഞാൻ വെറുതെ ചോദിക്കുന്നു, ഞാനൊരു പരാതി ഒരു 10-15 പേരിൽ ഒരു പരാതി എഴുതി മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് വെറുതെ നടന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരില്ല. നിങ്ങൾ ഈ ശബ്ദരേഖകൾ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുന്നതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഈ ആര് നിഷേധിച്ചു ഈ ശബ്ദം ഞങ്ങളുടെതല്ല എന്ന്? ആര് നിഷേധിച്ചു? പുള്ളി ഇപ്പം PC ജോർജ് അദ്ദേഹത്തിന് ഇപ്പൊ മാധ്യമങ്ങളെ കാണാൻ വിലക്കുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ സഹോദരന് വിലക്കില്ലല്ലോ, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവിന് വിലക്കില്ലല്ലോ. അവരൊന്ന് പറയട്ടെ ഇത് ഞങ്ങളുടെ ശബ്ദമല്ലാന്ന്. ഞാൻ അവരുടെയും ശബ്ദം പുറത്തു വിട്ടിട്ടില്ലേ? ശരി, ദിലീപിന് എൻ്റെ വായ മൂടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയാം. അനൂപിനും സുരാജിനും അവരുടെ വായിൽ ആരാ മൂടിക്കെട്ടിയത്? അവരൊന്ന് പറയട്ടെ നമ്മുടെ സൗണ്ട് അല്ലാന്ന്. അപ്പം ഞാൻ അടുത്ത് വിട്ടുകൊടുക്കാം. അത് അവരുടേതാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഞാൻ അടുത്ത സാധനം കൊടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാലു ശരിയായിട്ടും ഈ ഇതിന്റെ ഒരു നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുക തന്നെയാണ്. ഒരിക്കലുമില്ല. എനിക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് അതിലൂടെ നീതി കിട്ടുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ദയനീയ രോദനം നിങ്ങൾ കേട്ടു? തീർച്ചയായിട്ടും. നിങ്ങളുടെ കണ്ണു നനയിച്ചിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. എനിക്കൊരു മകളുള്ളതല്ലേ, എനിക്കൊരു മകളുണ്ട്, സാറിനും മകളുണ്ട്. ആ കുട്ടിയോട് ആര് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു സ്ത്രീയോട് ഒരു പെൺകുട്ടിയോട് നിരാലംബയായ, അത് ഒറ്റയ്ക്ക് യാത്ര ചെയ്തൊന്നാണ്.
അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയോട് നമ്മളവിടെ സിനിമാ നടി എന്നുള്ളത് അങ്ങ് മാറ്റി വയ്ക്കുക. അവർ സിനിമാ നടി എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഈ പറഞ്ഞ പോലെ നിരാലംബയായ പെൺകുട്ടി, അവരെ ഇതേപോലെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൊട്ടേഷൻ എടുത്തിട്ടാണെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തത് വളരെ തെറ്റാണ്. ഇനി അങ്ങനെ ചെയ്തിട്ട് അതിനെ ചിത്രീകരിച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിങ്ങനെ കുറേ കാലം കൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. എനിക്കതിൻ്റെ വേദനകൾ എനിക്കുണ്ട്. പക്ഷെ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജീവനോടുള്ള ഭയം, പലതരത്തിലുള്ള സാഹചര്യ സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ടാണ് ഞാനത് ഇവരൊക്കെ ഇതിൽ പങ്കാളികളാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പോലും തുറന്നു പറയാൻ ഞാൻ ലേറ്റായതിന് അതിനോട് ഒരുപാട്. നിങ്ങളുടെ ജീവൻ സേഫ് ആണോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു സിനിമ എന്ന് പറഞ്ഞ കരിയർ സേഫ് ആണോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിപ്പോൾ ദിലീപ് തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. ദിലീപ് ശക്തനായി തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഈ മലയാള സിനിമയിൽ ഒരു സഹസംവിധായകന്റെ സ്ഥാനമെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു തരുമോ? ഞാൻ ഈ ദിലീപിനെ കണ്ടുകൊണ്ടല്ല എൻ്റെ അച്ഛൻ എന്നെ ജനിപ്പിച്ചത്. ബാലചന്ദ്രകുമാറിനെ കുറിച്ച് ജനങ്ങൾ അറിയുന്നത് കൗബോയുടെ സംവിധായകൻ എന്ന നിലയിൽ അറിയുന്നുണ്ടാകും. സ്ത്രീജനങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് ശരിയാണ് എന്ന് തോന്നലുണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ഫോൺ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓരോ ദിവസവും ഒരു 25-30ഓളം സ്ത്രീകൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങൾ കാണിച്ച ധൈര്യം ഭയങ്കരമാണ്, ലോകത്ത് ആരും ഇത് കാണിക്കില്ല. കാരണം മരണഭയത്തോടു കൂടിയാണ് ഞാനിത് പുറത്തു പറയുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരായിട്ട് സാക്ഷി പറഞ്ഞ ഒരുപാട് പേര് 202 സാക്ഷികളെ വിസ്തരിച്ചു എന്നൊക്കെയാണ് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത്. അതിൽ 50% പേരെങ്കിലും ഇദ്ദേഹത്തിനെതിരായിരുന്നു. പക്ഷേ എല്ലാ സാക്ഷികളെയും ഇദ്ദേഹം സ്വാധീനിച്ചു എന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. സ്വാധീനിച്ച് മൊഴിമാറ്റി പറയിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇദ്ദേഹം സ്വാധീനിച്ചിട്ടാണോ സ്വാധീനിക്കാതെയാണോ ഇനി അവർ സ്വമേധയാണോ മൊഴിമാറ്റിയെന്നറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി പറഞ്ഞിരുന്നവർ പലരും മൊഴിമാറ്റി പറഞ്ഞു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ വിഷമത്തിലായിരുന്നു. ഡെയിലി എനിക്കൊരു 25 കോളെങ്കിലും മിനിമം അവർ വിളിക്കാറുണ്ട്. അവർ എനിക്ക് വേണ്ടി എന്തോ പറയാൻ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര സന്തോഷമാണ്. ഒരു 100 സിനിമ ചെയ്തതിൻ്റെ ഒരു ഫീൽ നമുക്ക് അതിൽ കിട്ടാറുണ്ട്. നല്ല കാര്യമല്ലേ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ബാലചന്ദ്രകുമാർ ഇപ്പം ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ദിലീപുണ്ട്. ഇതാണ് ദിലീപെങ്കിൽ ദിലീപ് ഇതിനു മുമ്പ് എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവത്തിൽ തോന്നിയിട്ടുണ്ടോ? സിനിമയിലോ അയാളുടെ ബിസിനസ് രംഗത്തോ അയാളുടെ വളർച്ചയിൽ എവിടെയെങ്കിലും അയാൾ ഇതുപോലെ കാണിച്ചതായിട്ട് നിങ്ങൾ ബോധ്യപ്പെട്ടു? അല്ല, എനിക്ക് 2014 മുതലാണ് ഈ ദിലീപ് എന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. 2014 മുതൽ 2017 വരെ 2021 വരെ ദിലീപ് എന്ന വ്യക്തിയുടെ ഈ തൊലി പൊളിച്ച് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും സത്യത്തിൽ എനിക്കില്ല. കാരണം അദ്ദേഹത്തെ അത് കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ ധർമ്മം, എൻ്റെ പ്രൊട്ടക്ഷൻ. അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരാതി കൊടുത്തത്. ഞാൻ നേരത്തെ തന്നെ പല മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഭയം നൽകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സൗഹൃദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബലം, അദ്ദേഹത്തിൻ്റെ പണം, അദ്ദേഹത്തിൻ്റെ ഭയങ്കര കോണ്ടാക്ട്സ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. അപ്പോൾ ആ സംശയമാണല്ലോ എനിക്ക് ഭയം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഭയം ഉണ്ടാകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി, എൻ്റെ ജോലിക്ക് വേണ്ടി, മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതേ ഉള്ളൂ. അത് ഈ കേസുമായിട്ട് കണക്ട് ചെയ്ത വിഷയങ്ങളായിപ്പോയി എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് കാവ്യമാധവനും ദിലീപുമായിട്ടുള്ള പ്രണയം ശക്തിപ്പെട്ടപ്പോൾ ഒന്നും മിണ്ടാതെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഭാര്യ എല്ലാം എഴുതി കൊടുത്ത് ഡൈവേഴ്സ് വാങ്ങി മിണ്ടാതെ വാ മൂടിക്കെട്ടി ഇന്നേ വരെ ഒരക്ഷരം പോലും മിണ്ടാതെ പുറത്തു പോയത് എന്തുകൊണ്ടാണെന്നാണ് ബാലചന്ദ്രകുമാർ വിചാരിക്കുന്നത്? ഇതിന് ഉത്തരവൊന്നും ഞാൻ പറയാൻ പാടില്ല. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ ഇതിന് തൊട്ടും പറഞ്ഞ ഉത്തരത്തിൽ തന്നെ വ്യക്തിപരമായി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാം എഴുതി കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ കാരണം എനിക്ക് തോന്നുന്നു MG റോഡിലെ ഒരു ഫ്ലാറ്റുണ്ട്, മേത്ര ഹോംസിൽ. ഞങ്ങളവിടെ സിനിമ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളതാണ്. ഒരു ഭയങ്കരപ്പെട്ട ഫ്ലാറ്റാണ്. അത് ഞാൻ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നത് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വൈഫിൻ്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നത്. ഞങ്ങൾ ആലപ്പുഴ ബോട്ടിംഗ് നടത്തുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ പേരിൽ തന്നെയാണ് ആ ഫ്ലാറ്റിൽ. അതിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. അല്ലാതെ ഞങ്ങൾ യാത്ര ചെയ്ത ബോട്ട് ദിലീപേട്ടൻ്റെ ബോട്ടാണ് എന്ന് പലരും പറഞ്ഞിരുന്നെങ്കിൽ കൊച്ചി രാജാവ് എന്നുള്ള പേരിലാണ്. ഞാൻ അകത്ത് ബോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ലൈസൻസ് പ്ലേറ്റ് അവിടെ ആലേഖനം ചെയ്തിരുന്നു. അവിടെ ബോട്ടിൽ അതിലും എഴുതിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ പേര് തന്നെയാണ്, ഓണർ. അതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ശരിയായിട്ടും ഒരു കുറുക്കനാണ്. ഒരിക്കലുമില്ല, കൗതുകം കൊണ്ട് നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ്. നമ്മളൊരു യാത്ര ചെയ്യുന്നു, നമ്മളൊരു ടൂർ പോകുമ്പോൾ കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കില്ലേ,
അവിടെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തി പടം എടുക്കാറുണ്ടല്ലോ. അല്ല, ഓരോരുത്തരുടെയും ചിന്താഗതികളില് ഡയറക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒബ്സർവേഷൻസ് ഭയങ്കര അല്ല, അതിനെ ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. ഇപ്പോ ഈ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ രേഖകൾ അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച രേഖകൾ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞാലും അതൊരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ നിങ്ങൾ ഉപകരിക്കുമ്പോൾ അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു നന്മയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങള് എറണാകുളത്തു നിന്നൊക്കെ ഓടിയെത്തുന്നത്. മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുമ്പോൾ തൊട്ടാണ് ദിലീപ് കയറാൻ തുടങ്ങിയത്. മഞ്ജു വാര്യർ എന്നിറങ്ങിപ്പോയോ അന്ന് തൊട്ട് ദിലീപിന്റെ അധപതനവും തുടങ്ങി. ശരിയായിട്ടും മഞ്ജു വാര്യർ ഒരു രത്നമായിരുന്നു. ഇല്ല, ഇതിനൊന്നും ഉത്തരം പറയാൻ സത്യത്തിൽ ഞാൻ ആളല്ല, അങ്ങനെയൊന്നും പറയാനും പാടില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ എനിക്ക് അതിൽ ഉത്തരമില്ല. ഒരു പക്ഷേ ഇതേപോലുള്ള ക്രിമിനലാണ് ദിലീപ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണോ മഞ്ജു വാര്യർ ഒന്നും മിണ്ടാതെ പോയത്? അതും അറിയില്ല കേട്ടോ, കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഞാൻ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് പോകുന്ന സമയം അല്ല, നിങ്ങൾ കണ്ട ദിലീപ് വളരെ ക്രൂരനായൊരു ദിലീപ് അല്ല, ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടില്ലല്ലോ. ദിലീപ് അങ്ങനെ ഭയങ്കര ശക്തനായിട്ടുള്ളൊരു ക്രൂരനായിട്ടുള്ള ദിലീപിനെയാണ് കണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ചന്ദ്രകുമാർ ഭയപ്പെടുന്നില്ല ദിലീപിനെ? തീർച്ചയായിട്ടും ആ ഭയം തീർച്ചയായിട്ടും കൂടെ താമസിച്ച ഭാര്യയ്ക്ക് ഉണ്ടാകാതിരിക്കും. അവരെ സ്വയം മഞ്ജു വാര്യരെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ദിലീപ് ചിന്തിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കി ആ പടി ഇറങ്ങിപ്പോയി. അവർ ബുദ്ധിമതിയല്ലേ ശരിയായിട്ടും? അല്ല, അങ്ങനെ ആവാം, നമുക്ക് അങ്ങനെ പറയാനേ പറ്റൂ, ആവാം. പക്ഷെ നിങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഫിലിം മുന്നോട്ട് പോകാൻ പറ്റാതെ പോയത്? നിങ്ങളുടെ ജനപ്രീതി കുറഞ്ഞു എന്നുള്ളത് മുമ്പ് പറഞ്ഞിരുന്നു. അത് മാത്രമാണോ? അല്ല, എന്തെങ്കിലും ദിലീപിൽ നിന്ന് എന്തെങ്കിലും മോശമായ പെരുമാറ്റം നിങ്ങൾക്ക് നേരിടേണ്ടി? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒന്നും. ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് പണങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതാ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന നിമിഷം വരെ നിങ്ങൾ അവിടെ നിന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ഒരാളിനെ വിളിക്കാൻ പറഞ്ഞ പുള്ളി വിളിക്കുമായിരുന്നു. നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്ന് പറഞ്ഞു. അതെ, ബാലു എന്നാണ്, നമ്മൾ ബാലുബായി എന്നാണ് പുള്ളി വിളിക്കുന്നത്. ഞങ്ങൾ ഈ നിമിഷം വരെ അങ്ങനെ ഒരു സംസാരിച്ച് പണങ്ങിയിട്ടില്ല. സിനിമ നീണ്ടുപോയതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കല്ലെറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ നാളെ നിങ്ങളുടെ നേരെ പൂമാല നീട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ആരും നീട്ടുകയും വേണ്ട, എനിക്ക് ആ പൂമാല സ്വീകരിക്കാനും താല്പര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് ഒരു ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ പൂമാല സ്വീകരിക്കുന്നതിൽ എന്താ തടസ്സം? അല്ല, ഞാൻ പൂമാലയ്ക്ക് വേണ്ടിയല്ല ഈ ജോലിക്ക് ഇറങ്ങിയത്. എനിക്ക് അതുകൊണ്ട് എനിക്ക് ആ പൂമാലയുടെ ആവശ്യമില്ല, കോംപ്ലിമെന്റ് തരേണ്ട കാര്യമില്ല. എനിക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ഇത്രത്തോളം ചർച്ചയാകുമെന്ന് പോലും ഞാൻ കരുതിയില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ട് എൻ്റെ ജീവനിൽ ഭീഷണിയുണ്ട്. കാരണം ഈ കോടതി വിധി വരാൻ പോവുകയാണ്, ദിവസങ്ങളിങ്ങനെ എണ്ണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളത് കൊണ്ട് എനിക്ക് വരാമെന്ന് സ്വയം എനിക്ക് ബോധ്യമുണ്ട്. മാത്രമല്ല, പുള്ളിയുടെ കൂടെയുള്ളായിരുന്ന ഒരാൾ എന്നോട് വിളിച്ച് സംസാരിക്കുകയും ആ കോൾ റെക്കോർഡ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുക്കുകയും ചെയ്തു. നിനക്ക് പണി ഒരുങ്ങുന്നുണ്ട് എന്ന്, അതായത് വിധി വരുന്നതിന് മുമ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു ഹറിബറിയായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ പരാതി കൊടുക്കാനിടയുണ്ടായത്. അതിന് ബാഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ബാഹ്യമായിട്ട് കാണുന്ന കാര്യം ഇതാണെങ്കിൽ ഈ അകത്ത് കിടക്കുന്ന ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട്. സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടല്ലോ. നിങ്ങൾ ദിലീപിനെ ജയിലിൽ പോയി സന്ദർശിച്ചിരുന്നു? തീർച്ചയായും സന്ദർശിച്ചിരുന്നു. അത് ജയിലിൽ പോയി ആള് ഹാപ്പിയാണ്. ജയിലിലൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു പുള്ളി എന്നെ കാണാൻ വിളിച്ചതും ഞാൻ അതിനു മുമ്പ് അല്ല, അവിടെ ചർച്ച ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു പുള്ളി, എന്നെ കൂടുതൽ സ്നേഹം കാണിക്കുക. ഞാൻ പറഞ്ഞ ജാമ്യം കിട്ടില്ല പുള്ളിക്ക്. ഞാനെന്ന് പറഞ്ഞിരുന്നാൽ പുള്ളിക്ക് പൾസസുനിയായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ജാമ്യം കിട്ടും? അതിലല്ലേ പുള്ളി പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ജയിലിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ്, ബാലു പുറത്ത് പറയരുത്, അത് ജാമ്യത്തെ ബാധിക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ബാലു ആരോടും പറയരുത്. ഞാൻ പറയില്ല. കാരണം പുള്ളി നിരപരാധിയെന്നില്ല അപ്പോഴും എൻ്റെ വിചാരം. നിരപരാധിയായിട്ടുള്ള പുള്ളിയെ പലരും കൂടെ പെടുത്തി എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പുള്ളിക്ക് പുള്ളി പറഞ്ഞ വാക്ക് അങ്ങനെ കേട്ടത്. പക്ഷേ പോലീസ് എന്നെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നല്ലോ, ഞാൻ പറഞ്ഞതന്നെ. കാരണം അങ്ങനെ ഒതുക്കി വയ്ക്കാനൊന്നും എന്നെ പോലൊരു സാധാരണക്കാരന് പറ്റില്ല. പൾസസുനെ എന്തെങ്കിലും നിങ്ങൾ ദിലീപുമായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വല്ലതും ചോദിച്ചിരുന്നുവെങ്കിൽ, കാരണം എന്നെ ഫോണിൽ വിളിച്ച് മൊഴിയെടുത്തിരുന്നു. അപ്പോൾ ജയിലിൽ വിളിച്ച് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയും എന്നെ സമാധാനപ്പെടുത്തുകയും എനിക്ക് നമ്മൾ ഇറങ്ങിയ ഉടനെ 6 മാസത്തിനകത്ത് സിനിമ ചെയ്യും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയും, എനിക്ക് വെളിയിലിറങ്ങിയപ്പോൾ കുറച്ച് കാശൊക്കെ പുള്ളിയുടെ അനിയൻ വെച്ചുകൊണ്ട് വന്നു, എൻ്റെ അളിയൻ എൻ്റെ കയ്യിൽ തന്നു.